ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചലഞ്ച് പാരൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മളെല്ലാവരും പല പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. ഞാനും അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. നമ്മൾ ഏതൊരു ക്ലാസ് അറ്റൻഡ് ചെയ്താലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത് മാനിഫെസ്റ്റേഷനിലാണ്. മാനിഫെസ്റ്റേഷൻ ചെയ്യുക, അതിന് 7 ദിവസത്തെ മാനിഫെസ്റ്റേഷൻ, 21 ദിവസത്തെ മാനിഫെസ്റ്റേഷൻ, അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ ഇത്രയും പഠിച്ചതിൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും പറയുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷനെ കാട്ടി ഇമ്പോർട്ടൻസ് നമ്മളുടെ ഹീലിങ്ങിനാണ് കൊടുക്കേണ്ടത്. കാര്യം നമ്മളുടെ വൈബ്രേഷൻ കൂടിയാൽ മാത്രമാണ് മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ നമുക്ക് സ്ഥായിയായിട്ട് നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പം ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും സംഭവിക്കുക. നമ്മുടെ ഉള്ള എനർജിയും കൂടി നഷ്ടപ്പെടാൻ അത് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാനിഫെസ്റ്റേഷനെ കാട്ടിയും ഇമ്പോർട്ടൻസ് സെൽഫ് ഹീലിങ്ങിന് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് നടക്കും. അങ്ങനെ ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ എല്ലാ ക്ലാസ്സുകളിൽ നിന്നും കിട്ടുന്നത് ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളാണ്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മൾ സെൽഫ് ഹീലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെൽഫ് ഹീലിങ്ങിനാണ്, വൈബ്രേഷൻ കൂട്ടാനാണ്, ഫ്രീക്വൻസി വർദ്ധിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും എൻ്റെ ക്ലാസ്സിലൂടെ ഞാൻ കൂടുതലും പറഞ്ഞു തരുന്നത് ഇത്തരം കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ചിൽ നമ്മളുടെ പാരൻസിനെ, മാതാപിതാക്കളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളെന്ന് പറയുന്നത് അമ്മയും അച്ഛനും തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അമ്മയോടോ അച്ഛനോടോ എന്തെങ്കിലും ദേഷ്യമോ പിണക്കമോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഭൂമിയിലേക്ക് വരാൻ കാരണക്കാരായത് അവർ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ദേഷ്യവും വൈരാഗ്യമൊക്കെ നമ്മൾ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവരില്ലെങ്കിൽ ഇന്നത്തെ നമ്മളുണ്ടോ? നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് ചൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാം. പാർട്ട്ണറെ ആണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ ഉപേക്ഷിക്കാം. പക്ഷേ മാതാപിതാക്കളെ, നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ നമുക്ക് തിരഞ്ഞെടുക്കാനും കഴിയില്ല. അവരാരായാലും അവരുടെ പരിമിതികളും ശക്തികളും എല്ലാം ചേർന്നിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മാതാപിതാക്കളും മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ഒരേ അനുഭവമൊന്നും ആയിരിക്കണമെന്നില്ല കിട്ടുന്നത്. ചിലർക്ക് സ്നേഹപൂർണമായ ബാല്യമായിരിക്കും, ചിലർക്ക് നരകതുല്യമായ ബാല്യമായിരിക്കാം. ഇതൊന്നും നിഷേധിക്കുന്നില്ല. ഇതെല്ലാത്തിനും കാരണക്കാർ നമ്മളുടെ പാരൻസ് തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ആരായിരിക്കുന്നുവോ അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് നമ്മളുടെ പാരൻസാണ്. അമ്മയുടെ ഗർഭപാത്രമാണ്. അച്ഛൻ്റെ അമ്മയുടെയും തീരുമാനങ്ങളും പരിശ്രമങ്ങളും ത്യാഗങ്ങളും ഒക്കെ നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ കുറവുകൾ മാത്രം നമ്മൾ എപ്പോഴും ഓർക്കാറുണ്ടായോ, എനിക്ക് അമ്മ അങ്ങനെ ചെയ്തു തന്നില്ല, അച്ഛൻ ഇങ്ങനെ ചെയ്തു തന്നില്ല, അച്ഛൻ അന്ന് അങ്ങനെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാനിന്ന് ഇങ്ങനെ ആയിപ്പോയേനെ എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. പക്ഷെ അവർ ചെയ്തു തന്ന എന്തെങ്കിലും ഒരു നല്ലത് നമ്മൾ ആലോചിക്കാറുണ്ടോ? നമുക്ക് ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക. അമ്മ നമുക്ക് വേണ്ടി എത്ര രാത്രികൾ ഉറക്കമില്ലാതെ നമ്മളെ നോക്കിയിട്ടുണ്ടാകാം. അച്ഛനും അതുപോലെ തന്നെയല്ലേ, നമുക്ക് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാകാം. പക്ഷേ ചില പാരൻസ് എന്ന് പറയുന്നത്, നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പാരൻസ് എന്ന് പറയുന്നത് നമുക്ക് വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾക്ക് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അകറ്റി നിർത്തുകയല്ലാണ്ട് നമുക്ക് അവരെ ചിലപ്പോൾ അത്രത്തോളം നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്ന് വരില്ല. കാര്യം ഈ ലോകത്ത് നാർസിസിസ്റ്റ് ആയിട്ടുള്ള പാരൻസ് ഒരുപാട് പേരുണ്ട്. അവർ മക്കളുടെ ലൈഫ് നന്നാക്കുന്നതിനോടൊപ്പം നശിപ്പിക്കുകയും കൂടെ ചെയ്യുന്ന പാരൻസാണ്.
ചിലപ്പോൾ അവരെ കുഞ്ഞുനാളിലേക്ക് നേരെ നല്ലതുപോലെയൊക്കെ വളർത്തി കാണും. അത് കഴിഞ്ഞ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർ ഈ മക്കളുടെ മേൽ അവരുടെ നാർസിസിസത്തിൻ്റെ എക്സ്ട്രീംസ് കാണിക്കുന്ന പ്രവണതയും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പം പേരൻസിനെ എപ്പോഴും അക്സെപ്റ്റ് ചെയ്ത് കൊള്ളണം എന്നില്ല, എപ്പോഴും നമുക്ക് പാരൻസിനെ കൂടെ കൂട്ടാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും പാരൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യത്തെ ദൈവമാണ്, ആദ്യത്തെ ഫ്രണ്ട്സാണ്, ആദ്യത്തെ ഗുരുവാണ്, അല്ലേ? മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുക. അപ്പോൾ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാതാപിതാക്കൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ചലഞ്ച് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് അമ്മയിൽ നിന്നും നിങ്ങൾ പഠിച്ച 5 നല്ല കാര്യങ്ങൾ എഴുതുക. നിങ്ങൾക്ക് അമ്മയുടെ ക്വാളിറ്റി, അമ്മയുടെ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി നിങ്ങൾ പഠിച്ചതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന 5 കാര്യങ്ങൾ എഴുതുക. അതുപോലെ തന്നെ അച്ഛനിൽ നിന്നും പഠിച്ച 5 കാര്യങ്ങൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്കും അച്ഛനും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതുക. നിങ്ങൾ ഇനിയിപ്പോൾ അവർ ജീവിച്ചിരിപ്പില്ലെങ്കിലും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതുക. അവരിൽ നിന്നും പഠിച്ച, അമ്മയിൽ നിന്നും പഠിച്ച 5 കാര്യങ്ങൾ, അച്ഛനിൽ നിന്നും പഠിച്ച 5 കാര്യങ്ങൾ. നിങ്ങൾക്കത് വളരെയധികം ഹൃദയത്തിൽ നിങ്ങളുടെ ഭാരം, അതായത് അമ്മയും അച്ഛനെയും കുറിച്ച് ഹൃദയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭാരം ഉണ്ടെങ്കിൽ അതൊക്കെ ഇറക്കി വിടാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാനും എൻ്റെ അമ്മയുമായിട്ട് അത്ര നല്ല റിലേഷനിലൊന്നുമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ എല്ലാ ദിവസവും രാവിലെ അമ്മയ്ക്ക് താങ്ക്സ് പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ട്. എപ്പോഴും ഞാൻ താങ്ക്സ് പറയാറുണ്ട്, എപ്പോഴും നന്ദി പറയാറുണ്ട്. നമുക്കിപ്പോൾ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ വഷളായിക്കൊള്ളും. പല കാര്യങ്ങളും നമ്മളുടെ പല കാര്യങ്ങളും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും പിണക്കങ്ങളും സൗന്ദര്യ പിണക്കങ്ങളും വലിയ ലോങ് ടേം പിണക്കങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അവരോടുള്ള നന്ദി നമ്മളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മൾ അവരോട് ഹൃദയത്തിൽ നിന്ന് മാപ്പ് പറയുകയാണെങ്കിൽ നമ്മളുടെ മനസ്സിന് അത് വളരെയധികം സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. നന്ദി പറയുന്നത് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടല്ല നന്ദി പറയുന്നത്, ക്ഷമ ചോദിക്കുന്നത്, നന്ദി പറയുന്നത് ഒന്നും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മളുടെ മനസ്സിൻ്റെ ഭാരത്തെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നലെ ഞാൻ മാപ്പ് പറയുന്നതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ വന്ന ഒരു കമൻ്റാണ്, നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി എങ്ങനെയാണ് മാപ്പ് പറയുന്നത്, അവരെങ്ങനെയാണ് മാപ്പ് കൊടുക്കുക അവർക്ക് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ടാണ്. അവർ നാർസിസിസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ അവരോട് ക്ഷമിക്കണമെന്നോ അവരോട് നമ്മൾ കൂട്ടുകൂടണോ ഒന്നും അതിനർത്ഥമില്ല. നമ്മൾ നമ്മളുടെ കാര്യം നോക്കുന്നു, നമ്മളുടെ മനസ്സിൻ്റെ വേദനകളെ ലഘൂകരിക്കാൻ എന്താണ് പോംവഴിയെന്ന് നോക്കുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ഫോർഗീവ്നെസ് പ്രാക്ടീസിലൂടെ നമ്മളുടെ മനസ്സിൻ്റെ വേദനകളെ നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. അല്ലാതെ ഒരിക്കലും അവരെ അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പാരൻസിന് വേണ്ടിയിട്ടല്ല ശരിക്കും. അത് നമ്മൾക്ക് എപ്പോഴും കുറ്റബോധം ഉണ്ടാകും. നമ്മൾ പാരൻസിനെ നോക്കിയില്ല, അമ്മയെ നോക്കിയില്ല, അച്ഛനെ നോക്കിയില്ല, അതൊക്കെ കുറ്റബോധം ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. എല്ലാവരുടെ സാഹചര്യം ഒരുപോലെ അല്ലല്ലോ. എല്ലാവർക്കും ഇപ്പം പാരൻസിനെ ട്രീറ്റ് ചെയ്യാൻ ഒരുപോലെ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. ഇപ്പം നല്ല പാരൻസിൻ്റെ മക്കളൊക്കെ ആണെങ്കിൽ വന്നിട്ട് പറയൂ, അമ്മ അങ്ങനെയല്ലേ, അച്ഛൻ ഇങ്ങനെയല്ലേ, അമ്മയെ നമ്മൾ നോക്കണം, അച്ഛനെ നമ്മൾ നോക്കണം. അത് നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. അതേസമയം നാർസിസിസ്റ്റായ ഒരു പാരൻസിൻ്റെ മക്കളായിട്ട് നിങ്ങൾ ജനിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല. അത് അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാകുകയുള്ളൂ. അപ്പം നിങ്ങൾ കണ്ട ലോകമല്ല മറ്റുള്ളവർ കണ്ടത്, നിങ്ങൾ കണ്ട ബാല്യമല്ല മറ്റുള്ള കുട്ടികൾ കണ്ട ബാല്യം. നിങ്ങൾ അനുഭവിക്കുന്ന അതേ സ്നേഹവും പരിഗണനയും ലാളനയും ഒന്നും ആയിരിക്കണം എന്നില്ല എല്ലാ കുട്ടികൾക്കും കിട്ടുക. അപ്പോൾ അവർക്ക് അവരോടുള്ള ആറ്റിറ്റ്യൂഡിലും അതുപോലെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ഞാനും എൻ്റെ പാരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല എല്ലാ കുട്ടികൾക്കും പാരൻസുമായിട്ടുള്ളത്. ചിലർക്ക് സ്നേഹതുല്യമായിട്ടുള്ള പാരൻസ് ആയിരിക്കും, ചിലർക്ക് വളരെ ദാരുണമായിട്ടുള്ള ബാല്യകാലമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒരേപോലെ പാരൻസിനെ സ്നേഹിച്ചു കൊള്ളണം എന്നൊന്നും അതിനർത്ഥമില്ല. അങ്ങനെ ചെയ്യാനും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മളുടെ മനസ്സിൽ അമ്മ അച്ഛൻ എന്ന് പറയുന്ന ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം.
അത് വേറെ ആർക്കും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇനി അവരെത്ര ക്രൂരരായിരുന്നാലും, അവരിനി എത്ര നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞാലും, അവർ കാരണമാണ് നമ്മൾ വന്നത്. അവരെ തിരഞ്ഞെടുത്തത് നമ്മളല്ല, യൂണിവേഴ്സാണ് നമുക്ക് തിരഞ്ഞെടുത്ത് തന്നത്. യൂണിവേഴ്സിൻ്റെ സെലക്ഷൻസ് ഒന്നും ഒരിക്കലും മോശമാവില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരെ നമ്മൾ അംഗീകരിക്കണം. മനസ്സുകൊണ്ടെങ്കിലും അവരെ നമ്മൾ ഉറപ്പായിട്ട് അംഗീകരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ചലഞ്ച് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അമ്മയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ 5 നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങൾ എഴുതിയാലും മതി. അതുപോലെ അച്ഛനിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങൾ, അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് നിങ്ങൾ കോപ്പി ചെയ്തെടുത്തിട്ടുള്ള 5 കാര്യങ്ങൾ, പഠിച്ച 5 കാര്യങ്ങൾ. അതുപോലെ അവർക്കൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കത്തും എഴുതുക. ഇന്നത്തെ ചലഞ്ച് ഇതാണ്. പാരൻസും നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഹീൽ ചെയ്യാൻ, നമ്മളുടെ മനസ്സിനെ ശക്തീകരിക്കാൻ, നമ്മളുടെ മനസ്സിൻ്റെ ഭാരങ്ങളെ ഇറക്കി വയ്ക്കാൻ ഈ ഒരു ഇന്നത്തെ ചലഞ്ചിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയാണ് നമ്മൾ സ്വയം ഹീൽ ചെയ്യുക. ഓക്കെ, അതിനുശേഷമാണ് മാനിഫെസ്റ്റേഷനൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പാരൻസിന് നിങ്ങൾക്ക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കിന്ന് നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കുകയോ ഫോൺ വിളിച്ചോ ഒക്കെ നിങ്ങൾക്ക് അവരുമായിട്ട് നന്ദി രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ലൈഫ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ചലഞ്ച് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ നാളെ കാണാം. താങ്ക് യു സോ മച്ച്.